അസ്സലാമലൈക്കും വറഹമത്തുള്ള. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്പജ്ഞാനികളായ ചില ലിബറലിസ്റ്റുകളും താന്തോന്നികളും ചില യുക്തന്മാരും അടങ്ങുന്ന യൂട്യൂബേഴ്സ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നോമ്പിനെ മൊത്തത്തിൽ ഉപവാസത്തെ കൊച്ചാക്കി കാണിക്കാനും അശാസ്ത്രീയവും അൺസയൻറ്റിഫിക്കുമാണെന്നുള്ള വിവരദോഷങ്ങൾ ലോകത്തോട് വിളമ്പുമ്പോൾ അതിനെ തിരുത്താനുള്ള ഏതാനും ചില കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ അനാവരണം ചെയ്യാൻ പോകുന്നത്. ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ ഇസ്ലാമും മതങ്ങളും അതുപോലെ ശാസ്ത്രവുമൊക്കെ അംഗീകരിക്കുന്ന ഏറ്റവും നല്ല ശരീരത്തെ റീകണ്ടീഷനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ് വ്രതാനുഷ്ഠാനം എന്നുള്ളത്. പക്ഷേ അതിനെ പച്ചയായി തള്ളിക്കളഞ്ഞ് പരിഹസിക്കുന്ന തൻ്റെ ഇടമില്ലാത്ത ഒരു പണിയാണ് ഈ ലിബറലിസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫാസ്റ്റിംഗ് ഈസ് ദ സുപ്രീം റെമഡി. വ്രതാനുഷ്ഠാനം വളരെ മെച്ചപ്പെട്ട ഒരു ഉപാധിയാണ്, ശരീരത്തെ കാത്തുരക്ഷിക്കാനുള്ള ഉപാധിയാണ് എന്ന് വൈദ്യശാസ്ത്രം പറയുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പറയുന്നത് സൂമു തസിഹു എന്നാണ്. അഥവാ റസൂലുള്ളാഹി പറയുന്നത് നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക എന്നാണ്. നോമ്പ് പരമൌഷധമാണ് എന്നുള്ള സത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വ്രതത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒരുപാട് ജീവസുറ്റ പ്രയോജനങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. മനുഷ്യ ശരീരത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള ആരോഗ്യങ്ങളെ വീണ്ടെടുക്കാനുള്ള വളരെ വലിയ ഔഷധമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. 11 മാസക്കാലം മുഴുസമയവും അന്നപാനീയങ്ങൾ ഉപയോഗിച്ച് ഒരു മാസം മുഴുവൻ മാത്രം അവൻ അന്യപാനീയങ്ങൾ വർജിക്കുമ്പോൾ, അങ്ങനെ അവൻ വിശ്രമത്തിലാകുമ്പോൾ അവൻ്റെ ശരീരത്തിലും മനസ്സിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് ശാസ്ത്രം വ്യക്തമാക്കുന്നു. ഹൃദയം, ശ്വാസകോശം, ഞരമ്പുകൾ, മസ്തിഷ്കം, കരൾ തുടങ്ങിയ അവയവങ്ങളിൽ സംഭരിച്ചു വെച്ചിട്ടുള്ള ധാരാളം കൊഴുപ്പുകൾ, ആ കൊഴുപ്പുകളൊക്കെ ഉപവാസത്തിൻ്റെ സമയത്ത് ഊർജത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വലിയൊരു റിസ്ക് ഫാക്ടർ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും അവൻ്റെ ശരീരം കൂടുതൽ ഊർജ്ജസ്വലമാവുകയും ചെയ്യുന്നു എന്നാണ് ഏറ്റവും വലിയ കണ്ടെത്തൽ. കഴിഞ്ഞ വർഷം, അഥവാ കൃത്യമായി പറഞ്ഞാൽ 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഒരു വിഭാഗം ഗവേഷകർ കണ്ടെത്തിയ ഒരു വലിയ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു മാസത്തെ കൃത്യമായ വ്രതാനുഷ്ഠാനത്തിലൂടെ അവൻ്റെ ശരീരം 40% ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സുരക്ഷിതമായി നടക്കുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. 2023 നേച്ചർ മെറ്റബോളിസം ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു ആർട്ടിക്കിളിൽ ഇങ്ങനെ പറയുന്നു: ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ പ്രമേഹത്തിന് സാധ്യത കൂട്ടുന്ന ജീനുകളുടെ പ്രസൻസ് കുറയ്ക്കുകയും അതിനെ പ്രതിരോധിക്കാനുള്ള വളരെ വലിയ സംരക്ഷണവും ശരീരം ഒരുക്കുന്നു. നോമ്പ് കാലത്ത് നാം ഏതാണ്ട് ഓരോ ദിവസവും 13 മുതൽ 14 മണിക്കൂർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്ക് ധാരാളം ഊർജം ആവശ്യമായി വരുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൽ അങ്ങിങ്ങായി കെട്ടിനിൽക്കുന്ന കൊഴുപ്പുകൾ ഊർജത്തിനായി ഉപയോഗപ്പെടുത്തുകയും അതുമൂലം ശരീരം ഏറെ സുരക്ഷിതത്വം പ്രാപിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പൊണ്ണത്തടി, പ്രമേഹം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, പ്രഷർ അങ്ങനെയുള്ള ഭീകരമായ മാരകമായ അസുഖങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ഉച്ചാടനം ചെയ്യാനും സാധിക്കും. ജീവന് ഭീഷണിയാവുന്ന ഭീമാകാരനായ ഫാറ്റി ലിവറിനെ പോലും തകർത്ത് തരിപ്പണമാക്കാൻ അല്ലെങ്കിൽ ഉച്ചാടനം ചെയ്യാൻ ഉപവാസത്തെ വെല്ലുന്ന ഒരായുധമില്ല എന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. പലപ്പോഴും മനുഷ്യൻ ക്ഷമയില്ലാതെ, സഹനമില്ലാതെ എന്തെല്ലാമോ വികാരങ്ങൾ കാണിച്ചു കൂട്ടി ഭ്രാന്തിൻ്റെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുമ്പോൾ വിശുദ്ധ നോമ്പ് വലിയ ക്ഷമയുടെ, സഹനത്തിൻ്റെ ഒരു വലിയ അധ്യായമാണ് രചിക്കുന്നത്. സഹായത്തിൻ്റെ, സഹാനുഭൂതിയുടെ അത്യുന്നതമായ ഒരുപാട് സ്വഭാവങ്ങൾ അത് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ മനുഷ്യ മനസ്സുകളിൽ ദുഷിച്ചു കിടക്കുന്ന ചിന്തകളെ അത് വിമലീകരിക്കുകയും ചെയ്യും. അഹങ്കാരം, അസൂയ, കോപം, വാശി തുടങ്ങിയ ഒരുപാട് ദുശ്ശീലങ്ങൾ അല്ലെങ്കിൽ ദുർചിന്തകൾ, ആ ദുർചിന്തകളെ ഈ നോമ്പിലൂടെ വിമലീകരിച്ച് മനുഷ്യനെ ഒന്നാന്തരം ശ്രേണിയിലേക്ക് ഉയർത്തുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് കൂടി ഈ നോമ്പിലൂടെ ലഭിക്കുമെന്ന് മനഃശാസ്ത്രജ്ഞന്മാരും അവകാശപ്പെടുന്നു.
ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ മാനസിക ശാരീരിക ആരോഗ്യം നേടുന്നതോടൊപ്പം പരലോകത്ത് വലിയ ഗുണം കിട്ടുന്ന നോമ്പാക്കി അള്ളാഹു ഇതാക്കി തിരുമാറാവട്ടെ എന്ന പ്രാർത്ഥനാശംസകളോടെ വാക്കുകൾക്ക് വിട. അസ്സലാമു അലൈക്കും.